എന്തെങ്കിലും അത്യാവശ്യങ്ങളും അത്യാപത്തുകളും നേരിടുമ്പോൾ നമ്മൾ ഏറ്റവും ശബ്ദമുയർത്തി ആളുകളെ വിളിച്ച് നമ്മിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കും. ഒരാളുടെ ഏറ്റവും കൂടുതൽ ബലം, ശക്തി, ശബ്ദം എല്ലാം ഈ സമയത്താണ് വെളിയിൽ വരുന്നത്. കാരണം എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. ഇങ്ങനെയുള്ള നിലവിളി ആരുടെയെങ്കിലുമൊക്കെ കാതുകളിൽ എത്തുക തന്നെ ചെയ്യുമെന്നുള്ളതും നമുക്കറിയുന്ന കാര്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിലയിടങ്ങളിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റു ചില സ്ഥലത്ത് ശാന്തമായി സൗമ്യമായി പ്രാർത്ഥിക്കുന്നതും നമ്മൾ വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വാക്കുകൾ പോലും പുറപ്പെടുവിക്കാൻ കഴിയാത്ത നിലകളിൽ തളർന്ന ശരീരത്തോടും മനസ്സിനോടും കൂടെ ചുണ്ടുകൾ മാത്രം അനങ്ങുന്നത് പോലെയൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവത്തെ തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കണം. തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കുക എന്നാൽ എന്താണെന്ന് ഞാൻ വിശദമാക്കാം. ഇന്നും നമുക്ക് യേശുവിനോട് കൂടെ യാത്ര തുടരാം. ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 52-ാം വാക്യം വായിക്കട്ടെ. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് വിടുതൽ പ്രാപിച്ചത്. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതുൾപ്പെടെ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്യത്ഭുതകരമായ കാര്യങ്ങളാണ് കർത്താവ് ഈ ലോകത്തിൽ ആകെയുള്ള 33.5 വയസ്സിനുള്ളിൽ ചെയ്തു തീർത്തത്. അതും 3.5 വർഷക്കാലം മാത്രമേ പരസ്യശുശ്രൂഷ താൻ ചെയ്തിട്ടുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് തിരുവചനത്തിലൂടെ തന്നെ. മറ്റൊരു കാര്യം, കർത്താവ് പോകുന്നിടത്തെല്ലാം യാതൊരു പരസ്യവുമില്ലാതെ തന്നെ ആളുകൾ ധാരാളമായി വന്നുകൂടുക പതിവായിരുന്നു. ഇന്നിപ്പോ ആളെ കൂട്ടാൻ എന്തെല്ലാം ചെപ്പടി വിദ്യകളാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രത്യേക പരിശ്രമമൊന്നുമില്ലാതെ തന്നെ ആള് വന്നു ചേരും. എങ്ങനെ? യേശു അവിടെ ഉണ്ട് എന്ന് ശ്രുതി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വായിച്ച ഇതേ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ഇവിടെ യേശു തമ്പുരാൻ യെരിഹോ എന്ന പട്ടണത്തിലെത്തി. തൻ്റെ ശിഷ്യന്മാരോടും വലിയൊരു പുരുഷാരത്തോടും കൂടെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് 46-ാം വാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ പുറപ്പെടുമ്പോൾ തിമയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിട്ട് കർത്താവിൻ്റെ വസ്തുത തിരിച്ചറിഞ്ഞ്, കുറെ കൂടെ ശരിയാക്കി പറഞ്ഞാൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തെ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. പറ്റുന്നിടത്തോളം ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അതായത് ദൈവവുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ദൈവവുമായി വ്യക്തിബന്ധം സ്ഥാപിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രാർത്ഥനയും ഫലമില്ലാതെ പോകുകയില്ല, മറുപടി ലഭിക്കാതെ പോകുകയില്ല. നമ്മൾ നിരാശയിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കത്തുമില്ല. ആ കുരുടനായ മനുഷ്യൻ യേശുവിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണഗതിയിൽ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും തരണേ എന്നുള്ള വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. വല്ലതും കിട്ടും എന്ന് വിചാരിച്ച് ശിഷ്യന്മാരെ നോക്കി. അവർക്ക് വല്ലതും കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ വ്യത്യസ്തമായ രീതിയാണ് കൈക്കൊള്ളുന്നത്. താൻ പറയുന്നത്, നസ്രനായ യേശു, ദാവീദിന്റെ പുത്രൻ. ഇത് ബോധ്യപ്പെട്ടിട്ട് വിളിക്കുന്നു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അതിൻ്റെ അർത്ഥം എനിക്ക് എന്തെങ്കിലും നാണയത്തുട്ടുകൾ തന്നിട്ട് പോകണമേ എന്നാണോ? അല്ല, എനിക്ക് ഇപ്പോൾ കരുണ ലഭിക്കേണ്ടത്, എനിക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ ദയ ലഭിക്കേണ്ടത് കാഴ്ച ലഭിച്ചുകൊണ്ടാണ്. അതാണ് അയാൾക്ക് ആവശ്യം. ഇങ്ങനെ തൻ്റെ ആവശ്യം ഉന്നയിച്ച് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിനോട് കൂടെ പോയവർ തന്നെ ആയിരിക്കണം പലരും അയാളെ മിണ്ടാതിരിക്കാൻ ശാസിക്കുകയാണ്. എന്നാൽ ആ മനുഷ്യൻ ആ ശാസനകളിലേക്കെങ്ങും ശ്രദ്ധ തിരിച്ചില്ല. മറിച്ച് യേശുവിലേക്ക് മാത്രമായിരുന്നു തൻ്റെ ശ്രദ്ധ. താൻ വിളിച്ചു പിന്നെയും ശക്തിയോടെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. യേശു അവിടെ നിന്നു തൻ്റെ കൂടെയുള്ളവരോട് അവനെ വിളിക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളെ യേശുവിലേക്ക് അടുപ്പിക്കുമ്പോൾ, യേശുവിൻ്റെ അടുക്കൽ ഒരാളുടെ വിഷയം നമ്മൾ പ്രാർത്ഥനയിലൂടെ കൈമാറുമ്പോൾ നമുക്ക് ആകെ ഒരു വിശ്വാസം ഉണ്ടാവണം, ധൈര്യമുണ്ടാവണം, പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കും എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഈ ആളുകൾ പറയുകയാണ് മനുഷ്യനോട്, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു. അവർക്കറിയാം യേശുവിൻ്റെ അടുക്കൽ വിടുതലുണ്ട്, ഇവന് കാഴ്ച പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ധൈര്യപ്പെടുക എന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിക്കുന്നത്.
യേശു വിളിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ തന്നെ അവൻ ചാടി എഴുന്നേറ്റു. ചില വിഷയങ്ങളുടെയൊക്കെ മറുപടി നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതായിരിക്കും, നമ്മുടെ സകല സംശയങ്ങളെയും ദൂരീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ആശ്ചര്യപ്പെടുത്തലിനും സംശയ നിവാരണത്തിന് മുമ്പേ നമ്മൾ ക്വിക്ക് ആക്ഷൻ എടുക്കണം, പെട്ടെന്ന് എഴുന്നേൽക്കണം. യേശു നമ്മെ വിടുവിക്കും എന്ന ബോധ്യം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വിടുതലിന് വേണ്ടി തയ്യാറാകണം. യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഓടിച്ചെല്ലണം. അങ്ങനെ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മെ സൗഖ്യമാക്കാതെ വിടുവിക്കാതെ അവിടെ നിന്ന് മുന്നോട്ട് പോകുകയില്ല. നോക്കൂ, ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കി. പിന്നെയുമല്ല, യേശു അവനോട് പറയുന്ന വാക്കാണ് ഞാൻ ആദ്യം വായിച്ചത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ പോലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. നിന്റെ വിശ്വാസം രക്ഷിക്കുമെന്നാണ്, അതുകൊണ്ട് വിശ്വസിച്ചാൽ മതിയെന്ന്. വിശ്വസിക്കേണ്ടത് ആരെയാണ്, വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അങ്ങനെ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിന് മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കത്തക്ക നിലകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമീൻ.